ഡാഡി ഇവിടെ ഞാൻ പെട്ടെന്ന് രണ്ട് വാക്ക് കുറിച്ച് സംസാരിക്കാം. ഡാഡി ഇവിടെ ഗൾഫിൽ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ മമ്മി മൂന്ന് മക്കളെയും ഞാൻ ഇളയതാണ്. ഞങ്ങൾ ഒറ്റപ്പാലം സെറ്റിൽഡ് ആയതെന്ന് വെച്ചാൽ ഡാഡി ജനിച്ചു വളർന്നൊക്കെ പാലക്കാട് ജില്ല, വീട്ടുകാരൊക്കെ ഒറ്റപ്പാലം. എൻ്റെ അമ്മ വന്ന് തൃശ്ശൂരാണ്. സോ ഐ ഹാവ് സം അമേസിങ്. അന്നൊക്കെ മമ്മിയുടെ വീട്ടിൽ പോവുക അല്ലെങ്കിൽ തറവാട്ടിൽ നിൽക്കുക എന്നൊക്കെ പറയണത് ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ ടൈം. ലൈക്ക് എവ്രി കോമൺ മലയാളി, കോമൺ ഇന്ത്യൻ, എല്ലാ നാടൻ ലൈഫ് സ്റ്റൈൽ. ആൻഡ് ഐ എൻജോയ്ഡ് എൻ്റെ ജീവിതം. പക്ഷെ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു പേടിയുണ്ട്. എല്ലാവരും പേടി പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടെ വീട്ടിൽ അച്ഛന് ഡാഡി വേറെ ആരുടെടുത്തും പേടിയില്ലെങ്കിൽ ആ പേടിയുടെ ഇരട്ടിക്കിരട്ടി മുഴുവൻ എൻ്റെ ഡാഡിയുടെ അടുത്തായിരുന്നു. ആൻഡ് സ്കൂളിൽ പോകാനും എനിക്കറിയാം, സ്കൂളിൽ വലിയൊരു ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ് ഒരു സ്റ്റുഡൻറ്റ് ലെവലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഞാൻ വലിയതായിട്ട് പഠിക്കില്ല എന്നുള്ളൊരു തോന്നലൊക്കെ എൻ്റെ മനസ്സിൽ വരുന്നു. കാരണം ചില നേരത്തൊക്കെ നമ്മൾ എത്ര ട്രൈ ചെയ്തിട്ടും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഡ്രോപ്പ് ചെയ്താണ് എൻ്റെ അക്കാഡമി. പലപ്പോഴും സ്കൂളിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പൊട്ടിയിട്ടൊക്കെ പോകുമ്പോൾ മമ്മിയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുക. പക്ഷേ ഡാഡി ഗൾഫിൽ നിന്ന് ലീവിന് വരുന്ന ദിവസം പ്രോഗ്രസ് റിപ്പോർട്ട് ഒപ്പിടാനുള്ളതാണെന്നുണ്ടെങ്കിൽ അന്ന് ലെവൽ വേറെയാണ്, പേടി. അപ്പോൾ എന്തോ ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ഫോക്കസൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് ജയിക്കുക, പ്രീ ഡിഗ്രി. അന്ന് കോളേജൊന്നും അത്ര ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ചിന്തിക്കാൻ അത്രയും നിലയിലേക്ക് എനിക്ക് ചിന്തിക്കാനുള്ളൊരു ഒരു മനഃശക്തി ഉണ്ടായിരുന്നില്ല, അത്ര ഒരു ഡെപ്ത് ഉണ്ടായിരുന്നില്ല. വീടിന് മുമ്പിൽ ഞാൻ ജനിച്ച ഹോസ്പിറ്റല് അല്ല, ഞാൻ പഠിച്ച സ്കൂൾ നേരെ മുമ്പിൽ, ഞാൻ പോകുന്ന ചേർച്ച് തൊട്ടടുത്ത്. എപ്പോഴെങ്കിലും മമ്മിയുടെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഡാഡി വന്ന എങ്ങനെയും ഞങ്ങളെ ഒരു ചെറിയൊരു എക്സ്കർഷന് കൊണ്ടുപോകുന്നല്ലാതെ. അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരാൾക്ക് വലിയ സ്വപ്നങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. ഗൾഫിൽ പോകണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഡാഡിയും മമ്മിയൊക്കെ ഇവിടെ പണ്ടത്തെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ വലിയ ഇഷ്ടമാണ് ദുബായിലേക്ക് വരണമെന്ന്. അന്ന് മുതൽ ഇപ്പോഴും ആഗ്രഹമാണ് ദുബായിൽ വരണം എന്ന്, വലിയ ആഗ്രഹം. ദിസ് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ്. എൻ്റെ അമ്മയും അച്ഛനും ഡാഡി നേരത്തെ പറഞ്ഞ മാതിരി അമ്മ ഇവിടെ കുറേ നാളുണ്ടായിരുന്നു. എൻ്റെ ചേട്ടനും ചേച്ചിയൊക്കെ ജനിച്ചുകൊണ്ട് ഇവിടെ ജീവിച്ചുകൊണ്ട്. ഞാൻ ജനിച്ചത് ഇവിടെയാണ്, അമ്മയുടെ വയറ്റിൽ. 10 മാസം ആവാറായപ്പോഴേക്കും മമ്മി ഒറ്റപ്പാലത്തേക്ക് ട്രാവൽ ചെയ്തു. അപ്പോൾ ഇവിടെ വരുമ്പോൾ എനിക്കൊരു നൊസ്റ്റു ഫീൽ ചെയ്യും. അതിൻ്റെ വൈഫ് കളിയാക്കും. പക്ഷെ ഐ എൻജോയ് ദുബായ്, ഐ എൻജോയ് ഗൾഫ്. ദിസ് മൈ വൺ ഓഫ് മൈ ഫേവറേറ്റ് പ്ലേസ്. എനിക്ക് നാട്ടിൽ ഞാൻ സെറ്റിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സെറ്റിൽ ചെയ്യാൻ പോണ സ്ഥലം ദുബായ് തന്നെ ആയിരിക്കും കേട്ടോ. ബിക്കോസ് എന്തോ ഒരു വൈബുണ്ട്. അപ്പം ഇവിടെ വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഡാഡി ഡാഡിക്കും ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ നടക്കില്ലല്ലോ, അങ്ങനെയല്ലേ ചില കാര്യങ്ങൾ. പക്ഷെ ഡാഡിയുടെ ഏറ്റവും വലിയ നിർബന്ധമാണ് ഞാൻ കീബോർഡ് പഠിക്കണം. അതാണ് ദൈവം ഡാഡിയിലേക്ക് കൊടുത്ത ആ ഒരു ബഡിങ് വിഷൻ. മ്യൂസിക് രണ്ടുപേരും പഠിക്കണമെന്ന് വലിയ ഡാഡിയുടെ നിർബന്ധമായിരുന്നു. അത് നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ പോയത്. സത്യം പറഞ്ഞാൽ ചേട്ടൻ പോണതിൻ്റെ പിന്നാലെ കീബോർഡായിട്ട് പോയ ആളാണ് ഞാൻ. ചേട്ടൻ നന്നായി വയലിൻ വായിക്കും, ഇപ്പോഴും വായിക്കാറുണ്ട്. പിന്നെ നൗ ഈസ് ഇൻ ടു ബിസിനസ്, ഈസ് ഇൻ ടു ടു മെനി തിങ്സ്. അദ്ദേഹം ഇന്ത്യ അറിയപ്പെടുന്ന വലിയൊരു ഓർഗനൈസറാണ്. അപ്പോൾ ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഡാഡിയുടെ നിർബന്ധത്തിലും പിന്നെ എൻ്റെ ഗുരുക്കന്മാരെ പേടിയണം, അന്നും ഇന്നും പേടിയായതുകൊണ്ടും പഠിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ നെവർ തോട്ട് ഓഫ് ബിക്കമിങ് എ പെർഫോമർ അല്ലെങ്കിൽ ഒരു കമ്പോസ് ചെയ്യുന്ന ഒരാളോ സിനിമ അങ്ങനെയൊന്നും ഞാൻ കണ്ടില്ല. സിനിമ മ്യൂസിക് ഡയറക്ടർ ആവണമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എല്ലാം വഴിക്ക് വന്ന് ഓരോരോ ഇപ്പോൾ തേടി വരുമ്പോൾ ഞാനൊന്നും നോ പറയില്ല. അങ്ങനെയാണ് ഓരോ അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുള്ളത്. പക്ഷേ the best gift that God has, best gift my mom and dad has given is to know Jesus. യേശുവിനെ അറിയുന്നതാണ് എനിക്ക് ഏറ്റവും വലിയൊരു പ്രസൻറ്റ് എൻ്റെ അമ്മയും അച്ഛനും എനിക്ക് തന്നിട്ടുള്ളത്. സൺഡേ സ്കൂളിൽ വാക്യം പറയുക, അല്ലെങ്കിൽ PYPA ക്യാമ്പ്, ഇതൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മകളിൽ. ഞാൻ വളർന്ന സമയത്തുണ്ടായിരുന്ന എൻ്റെ വലിയേട്ടന്മാരും കസിൻ ബ്രദേഴ്സും എല്ലാവരും ചർച്ച് ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് അത് ഇന്നും എന്നെ ഒരു ദൈവമായിട്ടൊരു ബന്ധം പുലർത്താനുള്ള ഒരു കാര്യം, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഓൾ ദീസ് സൺഡേ സ്കൂൾ ആൻഡ്
പണ്ടത്തെ ആ ഒരു ജീവിതശൈലി തന്നെയാണ്. സോ ഐ വോണ്ട് എൻകറേജ് ഓൾ ദ പാരൻസ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നു കിടക്കും. ചിലപ്പോൾ യുനോ എൻ്റെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ എന്ന് വെച്ചാൽ യുനോ എൻ്റർടൈനറാണ് ഞാൻ. ടോട്ടലി എൻ്റർടൈനർ ആകുമ്പോൾ വീക്ക് ഡേയ്സിലൊന്നും ചിലപ്പോൾ ജോലി ഉണ്ടാവില്ല, അല്ലെങ്കിൽ റെക്കോർഡിങ് അങ്ങനെയുള്ള ജോലികളായിരിക്കും. പക്ഷേ വീക്കെൻഡിൽ മറ്റുള്ളവർ ബ്രേക്ക് എടുക്കുന്ന ദിവസമാണ് എൻ്റെ ജോലി തുടങ്ങുന്നത്. സോ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഫുൾ ഓട്ടത്തിലായിരിക്കും. മൺഡേ തിരിച്ചെത്തും. അപ്പോൾ നാളെ രാവിലെ വീട്ടിലെത്തും. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ചർച്ചിൽ പോകാൻ പറ്റിയില്ലെങ്കിലും ഒരു 4 ആഴ്ച പോയില്ലെങ്കിൽ 5ാമത്തെ ആഴ്ച ചെല്ലുമ്പോൾ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഞാൻ ആ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് എത്താൻ ജസ്റ്റ് ബിക്കോസ് എൻ്റെ അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ ജേണിയാണ്. അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഐ ഓൾവേസ് താങ്ക് മൈ മോം ആൻഡ് എൻ്റെ കൂടെയുള്ള എൻ്റെ കുടുംബങ്ങൾ മുഴുവൻ അങ്ങനെ തന്നെയാണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷേ എൻ്റെ നിലപാട് ഞാൻ കുറേ വ്യത്യാസപ്പെടുത്തി. ഞാൻ ഒരിക്കലും നിങ്ങളെന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ക്രിസ്ത്യൻസിന് എതിരായിട്ടാണോ, അല്ലെങ്കിൽ എന്നെ പല ആൾക്കാരും എന്നെ ട്രോളിങ് പിന്നെ പതിവാണല്ലോ, ഇന്നിപ്പോൾ എല്ലാവർക്കും ട്രോളിങ് ഉണ്ട്. അപ്പോൾ അന്ന് മുതലേ ഇങ്ങനെ മെസ്സേജുകൾ വരും ഞാനിങ്ങനെ ഓരോ സെക്യുലർ മ്യൂസിക് ചെയ്യുന്നത്. കാരണം മ്യൂസിക് കുറച്ചുകൂടെ യുനോ ഓൾസോ ഐ വോണ്ട് ടു ടെൽ ഓൾ ദ കിഡ്സ് ഹിയർ നമ്മുടെ ചർച്ചിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ഇന്ന് ജിനു പറയായിരുന്നു, ജസ്റ്റ് ബിക്കോസ് വി വെന്റ് ടു ചർച്ച് വി നോ ഹൗ ടു സിങ്. പള്ളി ചർച്ചുകൾ ആരാധനയ്ക്ക് പോണതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെ പാട്ട് പാടുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴേലും വീട്ടിൽ മൂളിപ്പാട്ട് പാടുക എന്നല്ലാതെ വൈകുന്നേരത്തെ പ്രാർത്ഥനയ്ക്കല്ല നിങ്ങൾ പാടുക, അല്ല ചർച്ചിൽ പാടുന്നു. വൈകുന്നേരത്തെ പാട്ടൊക്കെ ആരും പാടാറുണ്ടോ? ഇല്ല, എനിക്കറിയില്ല. വീട്ടിൽ ഞാൻ നിങ്ങളെപ്പോഴും വീട്ടിലൊക്കെ പ്രെയർ വൈകുന്നേരം നടക്കുമ്പോൾ 2 പാട്ട് പാടും. അന്ന് ചിലപ്പോൾ എല്ലാതൊക്കെ ഡ്രംസും മറ്റേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പെർഫോം ചെയ്യുക. പക്ഷേ നമുക്ക് ശരിക്കും എല്ലാവർക്കും ഒരു ഇൻബോൺ ടാലൻ്റ് ഉണ്ട്. എല്ലാവർക്കും ഇൻബോൺ ടാലൻ്റ് ഉണ്ട്. കുട്ടികളാണെച്ചാലും എല്ലാവർക്കും ഒരു ഇൻബോൺ. അത് ചിലപ്പോൾ താളം പിടിക്കാനായിരിക്കാം, അല്ലെങ്കിൽ കീബോർഡ് വായിക്കാനായിരിക്കും. അപ്പം ഞാൻ എപ്പോഴും ഇവരെ ഞാൻ എൻകറേജ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, കഴിവുണ്ട് പക്ഷെ സ്കില്ലില്ല. സ്കില്ലെന്ന് പറഞ്ഞാൽ അറിയോ, ഞാൻ ഇപ്പം ഇപ്പോൾ ഒരു വലിയ ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ഡെമോ കാണിക്കാം. ഇത് സ്കില്ലാണ് ആക്ച്വലി. ഞാൻ 100 വട്ടം അങ്ങനെ വായിച്ചാലും ഞാൻ ഇങ്ങനെ തന്നെ വായിക്കുള്ളൂ. കാരണം ദിസ് ഇസ് ബേസിക്കലി മസിൽ മെമ്മറി. നമ്മുടെ ഈ മസിലിന് നമ്മൾ കൊടുത്ത, അപ്പോൾ നമ്മൾ വർത്തമാനം പറയണമെങ്കിലും മൊബൈൽ നോക്കാൻ വേണ്ടി ഫോൺ ഇങ്ങനെ പിടിക്കണത് ഇസ് എ മസിൽ മെമ്മറി. ഇങ്ങനെ പിടിച്ചാലേ ഫോൺ കാണുള്ളൂ എന്നുള്ളത് നമ്മുടെ കയ്യിനും അറിയാം, കണ്ണിനും അറിയാം, എല്ലാവരും. ദിസ് കോൾ മസിൽ മെമ്മറി. അപ്പോൾ ഇത് മ്യൂസിക്കിലാണെങ്കിൽ ഏത് ട്രേഡ് ആണെങ്കിലും, അത് ഡോക്ടർ ആവാനാണെങ്കിലും സ്റ്റെതസ്കോപ്പ് പിടിക്കുന്നത് ഇറ്റ്സ് എ മസിൽ മെമ്മറി. അപ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇടയ്ക്ക് ഇല്ലാത്ത ഒരു ചെറിയ വിഷയം എന്ന് വെച്ചാൽ, അവർക്കതിന് എക്സൽ ആവാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ബിക്കോസ് വി ആർ നോട്ട് ട്രെയിൻഡ് മച്ച്. അപ്പോൾ ഞാൻ എല്ലാ പെന്തിക്കോസ് ഫാമിലിയാണ് വെച്ചാൽ എല്ലാവരുടെ അടുത്തും പറയാം, അവൻ നന്നായി പാടും കേട്ടോ, നല്ല കഴിവുണ്ട്. പക്ഷെ ആ കഴിവിൽ അത് അവിടെ തീരും. കാരണം എന്താ വെച്ചാൽ, കഴിവ് സ്കില്ലുള്ളവൻ വെട്ടിക്കേറും. അതാണ് ഈ ലോകം. ഈ ലോകം അന്നും ഇന്നും അങ്ങനെയായിരുന്നു. ഇപ്പോൾ നന്നായി പ്രസംഗിക്കുക എന്ന് പറയുന്നത്, സത്യം പറയാം, അനോയിൻറ്റഡ് പ്രീച്ചേഴ്സ്, ഓൾ ദിസ് അമേസിങ് അനോയിൻറ്റഡ് പ്രീച്ചേഴ്സ്. പക്ഷേ ഈ അനോയിൻറ്റഡ് അല്ലാത്ത ഒരാൾക്കും നന്നായി പ്രസംഗിക്കാൻ പറ്റും. അത് രാഷ്ട്രീയമാണെങ്കിലും സാമൂഹ്യമായിട്ടും നന്നായി പ്രസംഗിക്കും. കാരണം എന്താ വെച്ചാൽ അത് സ്കില്ലാണ് ആക്ച്വലി. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ പാസ്റ്റർ, വിത്ത് ഡ്യൂ റെസ്പെക്റ്റാണ് ഞാൻ പറയുന്നത്, ശരിയല്ലെങ്കിലും ഞാൻ ഇപ്പോൾ പറയണതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പാസ്റ്റേഴ്സ് ആണെങ്കിലും അവരുടെ സ്കില്ലും അനോയിൻറ്റിങ് കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ഒരു ഗ്രേറ്റ് ഒരു ഈവൻ അല്ലെങ്കിൽ ഒരു നല്ല പ്രസംഗമായിട്ട് മാറുന്നത്. എന്താ വെച്ചാൽ ദൈവത്തിൻ്റെ കരസ്പർശവും വേണം, സ്കില്ലും വേണം, വാക്ചാതുർത്ഥ്യം അല്ലെങ്കിൽ സ്ഫുടത നന്നായി വേണം, നന്നായി വാക്കുകൾ സംസാരിക്കാൻ പറ്റുന്നതാണ് നല്ല പ്രാസംഗികന എന്ന് പറയുന്നത്. ഇറ്റ്സ് ഓൾ സ്കിൽ. അപ്പോൾ ഇത് നമ്മൾ ക്രിസ്ത്യൻ ഫാമിലീസിൽ നമ്മൾ ഇനിയും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വേറെ സിനിമയിൽ വായിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. യു ഹാവ് ടു ബി, ഇഫ് യു വാണ്ട് ടു ബി എക്സൽ മ്യൂസിഷ്യൻ, അത് മാസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിക്കണം. അത് ദൈവഭാഗ്യത്തിന് എൻ്റെ ഡാഡി അങ്ങനെ വീട്ടിൽ പഠിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ എൻ്റെ നെഫ്യൂ, എൻ്റെ മകൻ, എല്ലാവരും മൈ നെഫ്യൂ ഇസ് ഡൂയിങ് കുറേ ഇൻ്റർനാഷണൽ ഷോസ് ചെയ്യുന്നത് ഓൾ ബിക്കോസ് ഓഫ് ദ സ്കിൽ ആൻഡ് ദ ബ്രില്യൻസ് ദാറ്റ് വീട്ടിൽ അങ്ങനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഐ വോണ്ട് എൻകറേജ് എവ്രി ഫാമിലീസ് ഹിയർ. കഴിവുള്ള എല്ലാ കുട്ടികൾക്കും നമ്മൾ ചെയ്യണം. എന്നെ പല ആൾക്കാരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. എന്നെ ഈ പറയണതൊക്കെ എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യപ്പെടുന്നത് എനിക്കറിയില്ല. മ്യൂസിക്കിന് ഞാൻ ഒരു അടിവര, ഒരു വരമ്പ് വലിയതായിട്ട് ഇട്ടിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ എപ്പോഴും എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എസ്പെഷ്യലി വെൻ ഐ ഡു സെക്യുലർ മ്യൂസിക്. ഞാൻ സെക്യുലർ മ്യൂസിക്കിൽ പോയി അവൻ അമ്പലത്തിൽ പോയി വായിക്കാറുണ്ടെന്ന് പറയും. ആക്ച്വലി ഞാൻ പറയും, ഇന്ന് ഞങ്ങൾ വണ്ടിയിൽ വെച്ചിട്ട് ഞാൻ 2-3 ബ്രദേഴ്സ് നമ്മളെ കൊണ്ടുവന്ന ബ്രദേഴ്സായിട്ട് അമ്പലം
എന്ന് പറയണത് ആ ആ ഏരിയയിലേക്ക് ഞങ്ങൾ പോകില്ല. ഞങ്ങൾ ആ ഗ്രൗണ്ടിലോ അവിടെയൊക്കെ വെച്ചിട്ട് പെർഫോം ചെയ്യും. ഈ പോസ്റ്റർ കാണുമ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് തെറ്റിദ്ധരിക്കും. നമ്മളെ പറ്റിയിട്ടൊക്കെ കണ്ടമാനം അങ്ങനെ എഴുതിയിട്ട് നമുക്ക് വിഷമം ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇതെൻ്റെ തൊഴിലാണ്. ആക്ച്വലി ദിസ് ഇസ് മൈ ഓൺലി പ്രൊഫഷൻ വിച്ച് ഐ ഫോളോ. അല്ലെങ്കിൽ ഞാൻ ഏൺ ചെയ്ത് നമ്മുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയില്ലേ, അത് എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ച് ഞാനൊരു അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. പിന്നെയും പല എനിക്ക് ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ചേർച്ചിൽ നിന്ന് സംടൈം ചേർച്ച് ഈസ് വെരി ഒരു ജഡ്ജ്മെൻ്റൽ അവസ്ഥയിലേക്ക് എന്നെ വിധിച്ചിട്ടുണ്ട് പല കാര്യങ്ങൾക്കും. പക്ഷേ അങ്ങനെയുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമുണ്ട്. ആ സമയത്തൊക്കെയാണ് ഞാൻ വിചാരിക്കുന്നത്, ദൈവമേ, എൻ്റെ വിശ്വാസവും എൻ്റെ തൊഴിലും ഒന്നിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പലർക്കും പല ആളുകളും ജോലി ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി പെന്തക്കോസ്തുകാരായിട്ടുള്ള എയർ ഹോസ്റ്റസ്മാരുണ്ട്, പെന്തക്കോസ്തുകാരായിട്ടുള്ള ഡോക്ടർമാരുണ്ട്. അവർക്ക് പല കാര്യങ്ങൾക്കും they have to be in companion or മറ്റുള്ള റിലീജിയൻ ആയിട്ടുള്ള ആൾക്കാരായിട്ട് കമ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ അതെല്ലാം തെറ്റിദ്ധാരണയിലേക്കാണ്. ബിക്കോസ് വി സ്റ്റേ ഇൻ ഫ്രണ്ട് ലൈൻ. നമ്മൾ ലൈം ലൈറ്റ് നിൽക്കുമ്പോൾ പറയാൻ ഭയങ്കര എളുപ്പമാണ് ആക്ച്വലി. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. യാഥാർത്ഥ്യം അതേ അല്ല. ഞാൻ പിന്നെ എല്ലാതും വ്യാഖ്യാനിക്കാൻ പോയിട്ട് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിനെ സമയം ഉണ്ടാവില്ല. ഐ ഡോണ്ട് സ്പെൻഡ് ടൈം ഓൺ ദിസ്. എൻ്റെ വീട്ടിൽ ഞാൻ ചില ദിവസങ്ങൾ ഞാൻ തകർന്ന് തരിപ്പണമാവും. അന്ന് എൻ്റെ അമ്മയായിരുന്നു എന്നെ ആശ്വസിപ്പിക്കുക. സാറല്ലേ മോനെ, ആൾക്കാരങ്ങനെ പറയും, യു സ്റ്റേ സ്ട്രോങ്, യു സ്റ്റേ സ്ട്രോങ്. കാരണം ഒരു പെന്തിക്കോസ്ന്ന് വന്ന് സിനിമയിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ സെക്യുലർ മ്യൂസിക്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒന്നുകൂടി ഞാൻ പറയാം, ഞാൻ ഇങ്ങനെ ആവണമെന്ന് ഒരിക്കലും തീരുമാനിച്ചില്ല. ദൈവം തന്ന അവസരങ്ങൾ മാത്രം ഞാനത് യൂസ് ചെയ്തു. ദൈവം തന്നെന്ന് പറഞ്ഞാൽ എനിക്ക് നേച്ചർ തന്നാണ്. ആരെങ്കിലും എന്നെ വിളിക്കും, ഹലോ ഒരു പ്രോഗ്രാം ഉണ്ട് പോവാൻ, ഹരിഹരൻ്റെ കൂടെ അല്ലെങ്കിൽ ശങ്കർ മഹാദേവൻ്റെ കൂടെ അല്ലെങ്കിൽ AR റഹ്മാൻ്റെ, എല്ലാം വന്നത് ജസ്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. ബട്ട് ഐ നെവർ സെഡ് നോ. പക്ഷെ ഞാൻ ഒരു കാര്യം ഇപ്പോൾ ശ്രദ്ധിക്കും, ഐ നെവർ സ്പ്രെഡ് എനി നെഗറ്റീവ് മെസ്സേജ് എഗെയിൻസ്റ്റ് ജീസസ്. യേശുവിന് എതിരായിട്ടുള്ള ഒരു നെഗറ്റീവ് മെസ്സേജ് ഞാൻ വിട്ടിട്ടില്ല. അങ്ങനെ ഞാൻ ചെയ്യൂല. പക്ഷെ ഞാൻ എല്ലാവരെയും ആരെയും ഐ ഡോണ്ട് ഡിസ്റ്റർബ് എനിവൺ. ഞാൻ ആരെയും, നിങ്ങൾ ഇത്രയും എൻ്റെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. ഞാൻ ആരടുത്തും കയക്കണം പോകാറില്ല. കാരണം ഒന്ന്, അത് ചെയ്യേണ്ട സമയമില്ല. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ദൈവത്തിനറിയാം ഞാൻ ഏത് രീതിയിലാണ് ദൈവത്തിനെ വിളിക്കുന്നതും ഞാൻ എൻ്റെ ജീവിതം കൊണ്ടുപോകുന്നതും. നമ്മൾ കാലിടാറുണ്ട്, നമുക്ക് എല്ലാവർക്കും കാല് ഇടറുന്ന അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഐ ഹവ് ബീൻ ടു ലോട്ട് ഓഫ് സിറ്റുവേഷൻസ് വേറെ എൻ്റെ കുടുംബം തകർന്നു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ ജീവിതം തകർന്നു പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷെ ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ബ്ലഡ് ഓഫ് ജീസസ്, യേശുവിൻ്റെ രക്തമാണ് പല സമയത്തും എന്നെ കരയ്ക്ക് അടുപ്പിച്ചത്. ആൻഡ് ഐ വോണ്ട് ടു സേ വൺ മോർ തിങ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ലൈഫിൽ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ജീവിതത്തിലൊരു സെക്കൻഡ് ചാൻസ് കിട്ടിയിട്ടുള്ളൊരു വ്യക്തി ഞാൻ. അപ്പോൾ കാരണം ഒരു 10-11 വയസ്സിലെ ഒരു അസുഖം എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുള്ളത്, അമ്മ വന്ന് പറയാറുള്ളതാണ്. അപ്പോൾ മമ്മി അന്നും പറയാറുണ്ട്, മോൻ ഈ ലോകം വിട്ട് പോകേണ്ട ഒരവസ്ഥ വന്നിട്ടും ദൈവം കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഞാൻ കുറച്ചുകൂടി മ്യൂസിക്കിൽ ആക്റ്റീവായതും മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ആയതും. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ്, ഇഫ് യു ഹാവ് എ സെക്കൻഡ് ചാൻസ്, അതൊരു അസുഖമായിരിക്കണമെന്നില്ല, മാരകാസുഖം. ഒരു കാല് തെറ്റി നടു ഇരുന്ന് വീണ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തല എവിടെ ഇടിച്ചാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചാൽ, നിങ്ങൾ ആലോചിച്ചോ, ഇറ്റ് ഈസ് എ സെക്കൻഡ് ചാൻസ്. ദൈവം ഒരു സെക്കൻഡ് ചാൻസ് തന്നിരിക്കണം. വൺസ് യു ഹാവ് എ സെക്കൻഡ് ചാൻസ്, ദാറ്റ് മീൻസ് ഗോഡ് ഹാസ് എ പേർപ്പസ് ഇൻ യുവർ ലൈഫ്. അത് ഉറപ്പാണ് സഹോദരന്മാരെ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ലോകം വിട്ട് പോകേണ്ട സമയം കഴിഞ്ഞു. ഉറപ്പായിട്ടും നിങ്ങളൊന്ന് കാല് തന്നെ വീണുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ സെക്കൻഡ് ചാൻസ്. നിങ്ങളൊരു ആക്സിഡൻറ്റ് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സെക്കൻഡ് ചാൻസ്. നിങ്ങളൊരു കോവിഡ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ, കോവിഡ് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ സെക്കൻഡ് ചാൻസ്. ദാറ്റ് മീൻസ് ഗോഡ് ഹാസ് എ പേർപ്പസ് ഫോർ യു, ഫോർ ഷുവർ. വെറുതെ മാടുമാരി പശുമാരി തിന്ന് ജീവിക്കാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ബിക്കോസ് ഇഫ് യു ഹാവ് എ സെക്കൻഡ് ചാൻസ് ഇല്ലെങ്കിൽ, കാരണം അത് തെളിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ, എന്നെക്കാട്ടിലും തെളിഞ്ഞിട്ടുള്ള വ്യക്തികളാണ് ഇരിക്കുന്ന വിൽസൺ പാസ്റ്റർ ആൻഡ് ഓൾ ദീസ് പാസ്റ്റേഴ്സ്. ദേ ഹാവ് സെക്കൻഡ് ചാൻസസ്. ഇല്ലാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഫോർ ഷുവർ യു ഹാഡ് എ സെക്കൻഡ് ചാൻസ്. അത് 3rd, 4th ആയിട്ടുണ്ടാവാം, നിങ്ങളൊന്ന് ഓർത്താൽ മതി. അല്ലാതെ നിങ്ങളെ ഈ ഭൂമിയിൽ നിർത്താൻ ഒരു ചാൻസും ഇല്ല. ഒരു കോവിഡ് നമ്മളെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ഹാഡ് എ സെക്കൻഡ് ചാൻസ്. സോ ദാറ്റ് മീൻസ് യു ഹാവ് സംതിങ് ഹിയർ ടു ഫുൾഫിൽ ഗോഡ്സ് വിൽ. ദൈവത്തിൻ്റെ ഹിതം ഏതൊരു കാര്യത്തിന് നിറവേറാറുണ്ട്, അതിനാണ് നമ്മളിവിടെ ജീവിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. വിചാരിക്കില്ല, അങ്ങനെ വിശ്വസിക്കുക തന്നെ വേണം. അതാണ് എൻ്റെ ജീവിതം, അങ്ങനെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാ കലാകാരന്മാരും, ഫ്രാൻസ് ഏട്ടനാണെങ്കിലും എല്ലാവരും,
They have gone through issues, അല്ലേ? നമ്മളൊക്കെ ലൈഫിൽ ഒരു ഇഷ്യൂ പോയിട്ടുണ്ട്. ഇറ്റ്സ് എ സെക്കൻഡ് ചാൻസ്. ഇഫ് ദർ ഇസ് എ സെക്കൻഡ് ചാൻസ്, ചിലപ്പോൾ സംഗീതം കൊണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ബാൻഡിൻ്റെ അടുത്ത് പറയും, മക്കളെ, നമ്മൾ മ്യൂസിക് അല്ല കൊടുക്കാൻ പോകുന്നത്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് മ്യൂസിക്. വി ഗോണ ഇൻസ്പയർ പീപ്പിൾ, വി ഗോണ ഇൻസ്പയർ കിഡ്സ്, വി ഗോണ മേക്ക് ദം ഹാപ്പി. എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളായിട്ടല്ലേ വന്നിരിക്കുന്നത്, ഫോർ ഷുവർ. അവിടെ ഇവിടെയൊക്കെ പ്രശ്നങ്ങളും ഇഷ്യൂസും ഒക്കെ അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ ഈ സമയം മാറ്റി വെച്ച് ഇന്ന് 25th ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് you also need a change, you also need a break. And for us, if you have a break, trust me, you trust in Jesus, that is the best thing that you can ever do. അതാണ് നമ്മുടെ ആശ്വാസം, അതാണ് നമ്മുടെ സൗഖ്യം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. So I want to encourage everyone to trust in him more. When I trust him with family, ഞങ്ങൾ എസ്പെഷ്യലി മൈ വൈഫ് ഈസ്, എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ സിസ്റ്ററുണ്ട്, എൻ്റെ അച്ഛനമ്മയുണ്ട്, എൻ്റെ മമ്മിയുണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ ഭാര്യ, ഞാനൊരു പ്രായപൂർത്തിയായി കഴിയുമ്പോൾ നമ്മൾ പാർട്ട്നേഴ്സിൻ്റെ കൂടെയാണല്ലോ ജീവിക്കുന്നത്, അല്ലേ? ഒരു ലെവൽ കഴിയുമ്പോൾ നമ്മുടെ എല്ലാ സ്വഭാവം അറിയുന്ന ആണ് നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ്. അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ എമൗണ്ട് ഓഫ് ലവ് ദാറ്റ് മൈ വൈഫ് ഹാസ് ഗിവൺ ടു മീ ആൻഡ് ദ ലവ് വിച്ച് വി ഹാവ് ഗോൺ ത്രൂ ഇനഫ്. ഞങ്ങൾ വിചാരിച്ചു ഇനി ഒന്നും നടക്കില്ല, തകർന്നു പോണ സമയത്തും God want us to stay strong because Jesus still loves us and Jesus still loves you. That's why you stay with your family, that's why you stay whatever you wanted in life. So I want to encourage, keep trusting him, keep believing in. എല്ലാ ദിവസവും നമുക്കൊരു മിറാക്കിൾ ഉണ്ടാവണം, ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഒരു മിറാക്കിൾ ഉണ്ടായിട്ടുണ്ട്. I have experienced miracle every day. എന്നെക്കാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് നിങ്ങൾ. സോ I want to encourage you more. ഞാനത് പറയണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും ഇൻഡസ്ട്രിയിൽ നിന്ന് ജീവിക്കുകയാണെങ്കിൽ എനിക്കും മിറാക്കിൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നെക്കാട്ടിലും ദൈവമായിട്ട് അടുപ്പുള്ളവരായിരിക്കും ഞാൻ അങ്ങനെ എപ്പോഴും കാണുന്നത്. എല്ലാവരും എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ എന്നെക്കാട്ടിലും നല്ലതായിട്ട് ഞാൻ ഇപ്പോഴായിട്ട് കണ്ടിട്ടുള്ളൂ. സോ keep going, keep having experiences, keep having God moments. That is very important. God moments is very important. ദൈവം എവിടെയെങ്കിലും ഒരു മൊമെന്റിൽ അന്നത്തെ ദിവസം നിങ്ങളുടെ സംസാരിക്കണേലേ ഇടപെടണം, വിശ്വസിക്കുക. ഞാൻ എല്ലാ ദിവസവും വിശ്വസിക്കാറുണ്ട്. ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ആദ്യം തന്നെ അതാ വിചാരിക്കുക, ടുഡേ ഐ വാണ്ട് ആൻ എൻകൗണ്ടർ. either whatever it is, either I'm going to say thanks to him, either ways I have to say that God, I love you and thank you so much, or sorry, something we need to connect in that high end energy. Do you believe that? Obviously we need to believe. ആ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. So thank you so much, Pastor, for this opportunity that I can speak. പാസ്റ്റർ പ്രത്യേകം പറഞ്ഞു, ഇതൊന്ന് വെറുതെ പാട്ട് പാടി പോകരുത് എന്ന് എനിക്ക് പറഞ്ഞു. ആൻഡ് ഐ ഓൾസോ വാണ്ടഡ് ടു സ്പീക്ക്. എനിക്കും നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. 2 പാട്ട് പാടാം അല്ല? പലപ്പോഴും നമ്മുടെ വിജയം നമ്മൾ വിചാരിക്കും നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ പണം, നമ്മുടെ ഗ്ലാമർ, നമ്മുടെ എല്ലാം, വാട്ട് എവർ ഇൻഫ്ലുവൻസ് ദാറ്റ് വി, പക്ഷെ അതിന് മുകളിലൊരു ഹയർ എനർജി ഉള്ളതുകൊണ്ടാണ്, ഹയർ പവർ, ദാറ്റ് ഈസ് ദ പവർ ഓഫ് ജീസസ്, പവർ ഓഫ് ഗോഡ് ഉള്ളതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഏറ്റവും അധികം അലട്ടുന്ന ഒരേ ഒരു കാര്യമാണ് ഭയം. അതിന് മുന്നേറുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ എ കോൺഫിഡൻസ് ദാറ്റ് ഗോഡ് ഗിവ്സ് us. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് കോൺഫിഡൻസ്. അത് മാറുക. പിന്നെ അന്യമായ എല്ലാ ശക്തികളും നമ്മളെ വേട്ടയാടും പല രീതിയിലും. അത് പൈസ എന്നുള്ള രീതിയിലാവും, ടെക്നോളജി, മൊബൈൽ ഫോൺ, എല്ലാം നമ്മളെ വേട്ടയാടും. ആക്ച്വലി അതിൽ കീഴടങ്ങാതിരിക്കുക. യുനോ സംടൈം ഞാൻ മൈ വൈഫ് ഈസ് ഡൂയിങ് എ ഫാസ്റ്റിംഗ്. ആ ഫാസ്റ്റിംഗ് ചോദിച്ചാൽ അത്ഭുതമാണ്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് എൻ്റെ വൈഫ് എടുക്കുന്നത്. എഗെയിൻ അവേ ഫ്രം സോഷ്യൽ മീഡിയ. ഇപ്പം അത് ചെയ്തേ പറ്റൂ. വെറുതെ ഭക്ഷണം ഭക്ഷണം കഴിക്കാണ്ടിരിക്കണതല്ല ഫാസ്റ്റിംഗ്. സംതിങ് യു ഹാവ് ടു ടേക്ക് എ ഡിസിഷൻ ടു ഹാവ് ഗുഡ് എൻകൗണ്ടർ വിത്ത് ജീസസ്. സോ വി നീഡ് ടു ടേക്ക് ഔട്ട് സർട്ടൻ തിങ്സ് വാട്ട് ഈസ് റൂളിങ് ഓവർ യു അതർ ദാൻ ഗോഡ്സ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹം മാത്രം നമ്മൾ റൂൾ ചെയ്യാൻ പാടുള്ളൂ. It's one song which has inspired me so much. നിങ്ങൾക്ക് അറിയുന്ന പാട്ടാണ്. ഫറവോനു ഞാനിടിമയല്ല, ഫറവോനു ഞാനിടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. പഠിക്കാം. എൻ സങ്കടങ്ങൾ
സകലവും തീർന്നു പോയി. സംഹാരദൂതരെന്നെ കടന്നു പോയി. സംഹാരദൂതരെന്നെ കടന്നു പോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതേ കഴിയാത്തൊരവകാശമേ, അതേ കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതരെന്നെ കടന്നു പോയി. സംഹാരദൂതരെന്നെ കടന്നു പോയി.